ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ന്യൂട്ടല്ലയാണേ. അതിനാവശ്യമായിട്ടുള്ള സാധനം ആദ്യം ഒരു കപ്പ് കപ്പലണ്ടിയാണ് കേട്ടോ. അതായത് പീനട്ടില്ലേ, ആ ഒരു സംഭവം. ഇതിനെ പല സ്ഥലത്തും പലതാണ് പറയണതെന്ന് തോന്നുന്നു. കടല എന്നൊക്കെ ഇതിന് പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. നമ്മളെന്തായാലും കപ്പലണ്ടി എന്നാണ് പറയുന്നത്. ഇതൊരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ ഒരു ന്യൂട്ടല്ല ഉണ്ടാക്കാനായിട്ട് അധിക സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ ന്യൂട്ടല്ല എന്ന് പറയുന്നത്. ഇത് അധികം മൂത്ത് പോകരുത് കേട്ടോ, എന്നാൽ കരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ചൂടായി, ചെറുതായിട്ടല്ല, നല്ല ചൂടായി കിട്ടുമ്പോഴത്തേക്കും നമുക്കൊന്ന് മാറ്റിയിടാം. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ന്യൂട്ടല്ല എന്ന് പറയുന്ന കുട്ടികളുടെ ഫേവറേറ്റാണ്. അത് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് അത്രയും സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. അതത്രയും ഹെൽത്തിയുമാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ നമുക്കറിയാൻ ഇതിൽ എന്ത് ചേർത്തിട്ടുണ്ട് എന്ത് ചേർത്തിട്ടില്ല എന്ന് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ ഒരു പീനട്ട് അതിലേക്ക് ഇട്ട് 1 കപ്പ് അളവിൽ ഷുഗറും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഓയിലും കൂടി വീത്തിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല രീതിക്ക് ബ്ലെൻഡ് ആവണം കേട്ടോ, അല്ലാണ്ട് തരി പോലെ കിടക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് തട്ടിയിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ലെവലാകും. കുറച്ചുകൂടി ഓയിൽ വീത്തിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് മിൽക്ക് ചോക്ലേറ്റാണ്. മിൽക്ക് ചോക്ലേറ്റ് എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്യാൻ മടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലോട്ട് തന്നെ ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് അടിച്ചെടുത്താൽ മതി. അതിൽ കുറച്ചൊന്ന് ഓയിൽ കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് ഈ ഒരു ഭയങ്കര തിക്കായിട്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഓയിൽ വീത്തിയിട്ട് നല്ല രീതിക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പാകത്തിന് ന്യൂട്ടല്ല റെഡിയായി കിട്ടും. അപ്പോൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ന്യൂട്ടല്ല നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ബ്രെഡിൽ തേച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ഓക്കെ, ബൈ.